ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അല്ലാത്ത എന്താ പറയുക, സാഡ് മോഡേൺ കേസ് പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടായി. എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. എന്താണ് കുട്ടീൻ്റെ കാര്യം, എന്താണ് കുട്ടീൻ്റെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഭാവി പരിപാടികൾ എന്താണ്, അവളെന്താണ് പഠിക്കാൻ പോകുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഈ വീട്ടിലല്ല, ഞാൻ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ട് വരും, എന്നിട്ട് വീട് കൂട്ടിയിട്ട് പോവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുട്ടികളെവിടെയാണ്, ഞാനെവിടെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പറയാം കേട്ടോ. ഇപ്പോൾ ഞാൻ വേറൊരു ഭാഗത്തേക്ക് പോയിട്ട് അങ്ങനെ വന്നതായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഫോളോവറിന് ഞാൻ ഇവിടുത്തെ പണികൾ ചെയ്തിട്ട് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് അല്ലേ, പറയാം. അങ്ങനെ രാവിലെ നേരത്തെ തന്നെ വക്കീലിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ ഒരു ഈ വീൽ ചെയറൊക്കെ വെക്കുന്ന ഷോപ്പില്ലേ, അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. കാരണം ഇതിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിപ്പോയി. ഞാനവിടെ പോയിട്ട് വീൽ ചെയർ ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ കുറച്ച് സെറ്റപ്പുള്ള കിടക്കാൻ, ഇങ്ങനെ ചാരി കിടക്കാൻ പറ്റിയ വീൽ ചെയർ മതി എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നോക്കിയതായിരുന്നു. ഇത് ആക്ച്വലി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കണം എന്ന് വിചാരിച്ചൊന്നല്ല. അപ്പോൾ ഇതിൽ പിന്നെ വേറെ ക്ലിപ്സ് ഒന്നുമില്ല, ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. അത് ആ സമയം 1:30 കേട്ടോ. ഒന്ന് വക്കീൽ ഓഫീസിൽ ഒരുപാട് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കേണ്ടി വന്നു. അമ്മക്ക് പിന്നെ ആ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് അമ്മ വിളിച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഫസ്റ്റ് ചാരി ഇരിക്കാൻ പറ്റിയ ആ ഒരു മോഡൽ സെലക്ട് ചെയ്യുക, ഒരു മോഡൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ അവരെ കോൾ ചെയ്ത് പിന്നെ അവസാനം ആകെ സാഡ് മോഡായി. ഞാൻ നേരെ എന്ത് ചെയ്തു, തിരിച്ച് നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ഈ വീട്ടിലേക്ക് വരാൻ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഈ ഫ്രണ്ടിൽ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് പണിക്കാരനെ വിളിച്ചിട്ടൊന്നും നടക്കാണ്ട് ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു പേടിയായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ തലേ ദിവസം അതൊന്നും മാറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് നേരം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അമ്മേൻ്റെ അവിടെ പിന്നെ ഫുള്ള് എപ്പോഴും കുട്ടികളും ഒക്കെ ആയിട്ട് ഭയങ്കര കച്ചപ്പച്ചാന്ന് സൗണ്ടായിരിക്കും. പിന്നെ നമ്മൾ വിഷമമുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഞാൻ ഓൾവേസ് ഇങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കും അടുത്തത് എന്താ ചെയ്യേണ്ടത്. അതായത് വിഷമിച്ച് മാത്രം ഇരുന്നിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമ്മുടെ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഇത് ഉണ്ടാക്കണം, സൊല്യൂഷൻസ് ഉണ്ടാക്കണം. അതിനുള്ള ആലോചനയ്ക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചാണ്. ഈ ഒരു ബൊഗെയിൻവില്ല ഫുള്ളായിട്ട് മറിഞ്ഞ് വീണു. നല്ല വലുതായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അതേ അത് ചെറുതായിട്ടൊന്ന് കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ ചെടികളൊക്കെ ആകെപ്പാടെ എന്താ പറയുക ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു കല്ലൊക്കെ ഇട്ട സമയത്ത് അവിടുന്ന് കുറേ കോൺക്രീറ്റൊക്കെ പൊട്ടിച്ച് ഇവിടെ മൊത്തത്തിൽ ആകെ അലങ്കോലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഒക്കെ ഒന്ന് റെഡിയാക്കാൻ ഒരു ദിവസം വരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇല്ലേ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ലൊരു ട്യൂഷനൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ട്യൂഷനിൽ ഇപ്പോൾ ഓണം സ്പെഷ്യൽ അഡ്മിഷൻ ഓഫർ നടക്കുന്നുണ്ട്. കുട്ടിക്ക് നല്ലൊരു ഓൺലൈൻ ട്യൂഷനാണ് അന്വേഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓണപരീക്ഷ കഴിഞ്ഞ് ട്യൂഷൻ വേണ്ടവർക്ക് ഇപ്പം തന്നെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഓണപരീക്ഷ അടുത്തെത്തുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുട്ടിക്ക് വ്യക്തിഗതമായിട്ടുള്ളൊരു ശ്രദ്ധയും പരിചയസമ്പന്നരായിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെയുള്ള ഒരു ഇതിൽ പഠിക്കാനുള്ള മികച്ചൊരു അവസരമാണ് കേട്ടോ ആൽബ ലേണിംഗ് ഒരുക്കിയിരിക്കുന്നത്. ഇനി ഓണപരീക്ഷ കഴിഞ്ഞ് ട്യൂഷൻ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓണം ഓഫർ ഫീസിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്താൽ ഫീസ് മാത്രം നൽകി അഡ്മിഷൻ എടുക്കാൻ പറ്റും. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകി വരുന്ന വിശ്വസ്ത സ്ഥാപനമാണ് കേട്ടോ ആൽബ ലേണിംഗ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 സ്റ്റുഡൻറ്റ് 1 ടീച്ചർ ഇൻഡിവിജ്വൽ ട്യൂഷനാണ്. ഓരോ കുട്ടിയുടെയും പഠന നിലവാരവും ബലഹീനതകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് ബേസിക് മുതൽ വ്യക്തിഗത ശ്രദ്ധയോടെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ ഇവരുടെ രീതി. ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്നുണ്ട്. ആദ്യ 1000 രജിസ്ട്രേഷനുകൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫീസിൽ അഡ്മിഷൻ നേടാനുള്ള ഒരു അവസരമാണ് കേട്ടോ. ബഡ്ജറ്റ് പാക്കേജിലും ഇൻഡിവിജ്വൽ ട്യൂഷൻ ലഭ്യമാണ് കേട്ടോ.
ഇവരുടെ പ്രത്യേകത അടുത്തതെന്ന് പറയാൻ KG മുതൽ +2 വരെ, പിന്നെ അതുപോലെ CBSE, സ്റ്റേറ്റ്, ICSE എല്ലാ സിലബസും എടുക്കും. എല്ലാ വിഷയങ്ങൾക്കും ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകരാണ്. ഓരോ കുട്ടിക്കും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്ന ഒരു പഠന പദ്ധതിയാണ് കേട്ടോ. പഠനത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് ബേസിക് ഫൗണ്ടേഷൻ മുതൽ പരിശീലനം നൽകുന്നുണ്ട്. ഓരോ മാസവും പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കും. പിന്നെ സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. പരീക്ഷകൾക്ക് മുമ്പ് പ്രത്യേക റിവിഷൻ, മോഡൽ എക്സാം സപ്പോർട്ടൊക്കെ ഉണ്ട്. രക്ഷിതാക്കളുമായിട്ട് സ്ഥിരമായിട്ട് ആശയവിനിമയം നടത്താനും പറ്റും. കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സമയം നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഗൾഫ് വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക പാക്കേജുകൾ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ നേടാൻ വാട്സപ്പിൽ കുട്ടിയുടെ പേരും ക്ലാസ്സും അയച്ചതിന് ശേഷം സിലു ടോക്സ്ന്ന് മാത്രം മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 1000 രജിസ്ട്രേഷനുകൾക്കും മാത്രമാണ് ഈ ഒരു ഓഫർ ഇപ്പോൾ കൊടുക്കുന്നത്. ഓണപരീക്ഷ കഴിഞ്ഞ് ട്യൂഷൻ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഓഫർ പാക്കേജിൽ ഇപ്പോൾ അഡ്മിഷൻ ഫീസ് മാത്രം നൽകിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് വാട്സാപ്പിൽ അവർക്കൊന്ന് മെസ്സേജ് ചെയ്ത് വെക്കുക. നല്ല ട്യൂഷനാണ്. ഞാൻ ഇവിടെ ചെടി ഒക്കെ ഒന്ന് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വന്നതാണ്. അപ്പോൾ മരത്തിലാണ് എൻ്റെ ബാഗ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഞാൻ ബാഗ് മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത്. ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച സമയത്ത് ഇവിടെ ചൂല് പോലും ഇല്ല ഗൈസ്. ചൂലടക്കം ഇവിടുന്ന് സാധനങ്ങൾ ഞാൻ ഉംറക്ക് പോയ സമയത്ത് കടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് അതും ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ആരോടും അങ്ങനെ സംസാരിക്കാനുള്ളൊരു ഇതിൽ അല്ല. ഞാൻ എനിക്ക് ചുറ്റുമുള്ള കുറേ വർഷങ്ങളുടേതായിട്ടുള്ള കുറേ ട്രോമാസും കാര്യങ്ങളും പ്രോബ്ലംസും ഒക്കെയാണ്. അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കണം എന്നാണ്. അത്തൻ്റെ ഫോട്ടോയാണ്. ആളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റപ്പെടില്ലായിരുന്നു. പല ഭാഗത്തും പോയി കുടുങ്ങില്ലായിരുന്നു. എൻ്റെ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ശരിയാക്കി തരാൻ ആളുണ്ടാവുമായിരുന്നു എന്നുള്ള ഒരു വിഷമമൊക്കെ പല സമയത്തും വരും കേട്ടോ. പിന്നെ ഈ ഒരു വീട്ടിൽ നമുക്കിപ്പോൾ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉംറക്ക് പോയിട്ട് വന്ന സംസം ഈ ഒരു ബോട്ടിൽ ഫുള്ളും എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. വേറെ കുറേ ബോട്ടിൽസ് ഞാൻ നിറച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴാണ് പോവുക, എങ്ങനെ പോകാമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഇവിടെ മോട്ടറിൻ്റെ ഈ ഒരു സ്ക്വയർ ഓട്ടോമേഷൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനില്ലെങ്കിലും വെള്ളം തനിയെ നമുക്ക് കയറിക്കോളും, നിറഞ്ഞ് പുറത്തേക്ക് പോവില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ നടന്നോളൂ കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്തോ. ഞാൻ ഏതൊക്കെയോ വീഡിയോയിലൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു സംഭവമാണ്, നമുക്ക് നല്ല ഉപകാരമാണ് കേട്ടോ. നമുക്ക് വെള്ളം നിറയണതിൻ്റെയും അല്ലെങ്കിൽ ഇല്ലാത്തതിൻ്റെയും ബുദ്ധിമുട്ടൊന്നും തന്നെ അറിയില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലഞ്ച് ബോക്സൊക്കെ ഞാൻ അടുത്ത നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ഇറക്കാനും വേണ്ടിയിട്ട് സാമ്പിളിന് ഞാൻ എത്തിച്ചതായിരുന്നു. പക്ഷേ പിന്നൊന്നും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ലല്ലോ. നമുക്ക് എപ്പോഴാണ് എവിടെ നിന്നാണ് ബോംബ് പൊട്ടാന്ന് പറയാൻ പറ്റില്ല എന്നുള്ള പോലെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. അടുത്ത ബോംബ് പൊട്ടാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അലേർട്ടായിട്ടിരിക്കണം. നമ്മുടെ നെർവസ് സിസ്റ്റമൊക്കെ ഓൾവേസ് ഇങ്ങനെ അലേർട്ടായിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ആ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ഫ്രിഡ്ജ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വന്ന് നിൽക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാത്തൊരു കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പിന്നെന്താണ്, അങ്ങനെ നമ്മുടെ റൂമിലേക്ക് എത്തിയപ്പോൾ കുറച്ച് ചില സമയങ്ങളിൽ വന്നിട്ട് ഇവിടെ നിന്ന് കുളിച്ച് റെഡി ആവലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അഴുക്ക് തുണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് റൺകുട്ടിയുടെ +2 നല്ല മാർക്കോടെ പാസ്സായതിന് ഓരോ ഭാഗത്ത് ഓരോ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പുരസ്കാരം കൊടുക്കൽ, അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ടായിരുന്നു. അന്നൊരു ദിവസം എപ്പോഴോ വന്നിട്ട് ബില്ലെടുക്കാനും വേണ്ടിയിട്ട് വന്നതല്ലേ. അപ്പം ഞാൻ വന്നപ്പോൾ ശരി, ഏതായാലും ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്യാമറ ഉണ്ടായിരുന്നില്ല, ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി കുറവ് കാര്യങ്ങളുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, ഏതായാലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലിപ്സ് എടുക്കുന്നതാണ് കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ ഒരു സംഭവം പെട്ടെന്ന് നിർത്തിയും പോകാൻ പറ്റില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ആരും കാണാതെ അങ്ങനെ ഓടിപ്പോയിട്ടുണ്ടാവും. മീൻസ് ഒളിച്ചോട്ടല്ല കേട്ടോ, മീൻസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ. അപ്പോൾ ഇടയ്ക്കും വല്ലപ്പോഴും നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കണ്ടേ. പിന്നെ നിങ്ങളായിട്ടൊരു ഇൻട്രാക്ഷൻ വരുമ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ ഒരു ആശ്വാസം തോന്നും. ചില കമൻസ് കാണുമ്പോൾ തല തല്ലി ചാവാൻ തോന്നും.
ഒന്നും അറിയാതെ ഒരു മുൻവിധി മുൻധാരണ വെച്ചിട്ട് ഓരോരുത്തർ പറയണമൊക്കെ കേൾക്കുമ്പോൾ. ബട്ട് ഒരുപാട് പേര് സ്നേഹത്തോടെ പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് എന്ന് പറയുന്ന പോലെ അവസ്ഥയായിരിക്കും എൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചുറ്റും ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ എന്താ പറയുക, അവരോട് മാത്രം നമുക്ക് ചില അടുപ്പും കാര്യങ്ങളൊന്നും തോന്നുന്ന പോലെ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മക്കളൊക്കെ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ ഇവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ഒതുക്കി വെക്കുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ചിട്ടി ബുക്ക് കണ്ടത്. ഈ ഒരു വീടിന് വേണ്ടിയിട്ട് ഞാൻ അടച്ച് എടുത്ത ചിട്ടി ബുക്കാണ്. ലാസ്റ്റത്തെ ഒരു 3 അടവ് മാത്രം ഞാൻ അടച്ചില്ല. അതെനിക്ക് കുറച്ച് ഫണ്ട് കിട്ടാനുള്ളത് കൊണ്ട് അത് ഞാൻ പെൻഡിങ് വെച്ചു. അങ്ങനെ എല്ലാ ആഴ്ചയും ഇങ്ങനെ നല്ലൊരു എമൗണ്ട് നമുക്ക് അടയ്ക്കേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഗോൾഡ് കാര്യങ്ങളൊക്കെ ബാങ്കിലും ഒക്കെ ഉണ്ട്. വീട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാനത് പ്രാരാബ്ദം പറയുന്ന ഒന്നല്ല, എനിക്ക് ഈ പലിശയും കടങ്ങളും ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, മനസ്സ് സമാധാനത്തോടെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. ഒന്ന് വക്കീൽ ഓഫീസിൻ്റെ വരെ പോകാനുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. അതിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലെ നമുക്കിപ്പോൾ എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇന്നലെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോഴാണ്, നമ്മുടെ ഫോളോവറാണ്. അപ്പോൾ അവരുടെ ഫാമിലിയിൽ ഒരാൾ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്, 38 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ വീൽ ചെയറിൻ്റെ ആവശ്യമുണ്ട്, സിലൂണ്ടിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നോക്കി, ഞാൻ അത്രയും ഇതിലാണ് നടക്കുമ്പോൾ പഴയ എന്നെ ഞാൻ മിസ് ചെയ്തു എന്നൊരു തോന്നൽ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് വീൽ ചെയർ നാളെ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് വക്കീൽ ഓഫീസിൽ പോയി കുറച്ച് നേരം പെട്ടു. പക്ഷെ അവിടെ എന്തിനാണ് അത്രയും നേരം നിൽക്കേണ്ടി വന്നത് എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ചില സമയം നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ കിടന്നിങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ പഠിച്ചുകൊണ്ട് എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്ന് തോന്നും. പക്ഷെ അതിലെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവാം അല്ലേ. അങ്ങനെ ഞാൻ അവിടെ ലേറ്റായി. അങ്ങനെ വീൽ ചെയറിൻ്റെ കാര്യം ഇന്നലെ തന്നെ വിളിച്ച് സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്നും കൂടെ കൺഫേം ചെയ്തു. കാരണം പെട്ടെന്ന് എനിക്ക് വീൽ ചെയർ എത്തിക്കണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത്, എൻ്റെ കയ്യിലിപ്പോൾ ചെക്കില്ല, ഞാൻ പിന്നെ ചെക്ക് തരാം, എനിക്ക് വീൽ ചെയർ ഫസ്റ്റ് തരുമോ, എനിക്ക് അവരുടെ ഒന്ന് കൊണ്ടുപോയി ഏൽപ്പിക്കണം. ആളെ നേരിട്ട് കണ്ട് ഏൽപ്പിക്കാൻ പറ്റില്ല, പക്ഷേ എന്നോട് ആവശ്യപ്പെട്ട അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ കൊടുത്തോ എന്ന് പറയാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അവിടെ പോയി ഒരു ഷോപ്പിൽ പോയി വീൽ ചെയർ ഏത് മോഡലാണ് വേണ്ടത്, ഉള്ളതിൽ ഏറ്റവും നല്ല തന്നെ കൊടുക്കാം, കിടക്കാനും പറ്റുന്ന രീതിയിൽ എന്ന് വിചാരിച്ചിട്ട് അത് ഓർഡർ ചെയ്യാൻ വേണ്ടി, ശരി നിങ്ങളവിടെ ഉണ്ടോ, ഞാനിപ്പോൾ കൊണ്ടുവന്ന് തരാം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്തപ്പോഴാണ് അവരൊരു വോയിസ് ഉണ്ടായിരുന്നു, ആൾ മരണപ്പെട്ടു കഴിഞ്ഞു. എന്തോ പെട്ടെന്ന് ഭയങ്കര സങ്കടം തോന്നി. ചെറിയ വയസ്സ് ഒക്കെ അല്ലേ. ചിലപ്പോൾ ഞാനത് നേരത്തെ വാങ്ങി ഇനി അത് വേസ്റ്റായി പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവിടെ അത്രയും നേരം എനിക്ക് നിൽക്കേണ്ടി വന്നത് എന്ന് തോന്നിപ്പോയി. ഞാൻ വക്കീൽ ഓഫീസിലേക്ക് പോയത് രാവിലെ 9:00 ഇറങ്ങിയതാ. ഉച്ചയ്ക്ക് 1 മണി വരെ നിൽക്കേണ്ടി വന്നു. പഠിച്ചോൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനം നൽകട്ടെ അല്ലേ. ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ആകെ മൂഡ് ഓഫ് ആയി. വണ്ടിയിൽ വരുമ്പോൾ എന്തൊക്കെയോ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അങ്ങനെ നേരെ ഈ വീട്ടിലേക്ക് വന്നതാണ്. ഈ വീട്ടിലേക്ക് എപ്പോഴും അങ്ങനെ വരാറില്ല. ഒന്നാമത് ഭയങ്കര പേടിയായിരുന്നു. ഫ്രണ്ടിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും. പക്ഷേ ഞാനത് മാറ്റാനും വേണ്ടിയിട്ട് ഇങ്ങനെ പണിക്കാരെ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, എന്തൊക്കെയോ കൊണ്ട് അത് മുടങ്ങി പോവാം. വന്ന പണിക്കാർ അവസാനം വേറെ കുറച്ച് മണ്ണെടുത്തോട്ട് പോയിട്ട് ഫ്രണ്ടിലത്തെ മണ്ണെടുക്കാതെ ഒന്നും പറയണ്ട. എനിക്കാണെങ്കിൽ ആരെയും ഒന്നും കേൾക്കാനും അല്ലെങ്കിൽ അതിന് ഭയങ്കര ഒരു വിഷമമാണ്. നമ്മളൊന്നും പറയിപ്പിക്കരുത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത് പോലും ഇല്ലായിരുന്നു. ഭാഗ്യം അൽഹംദുലില്ലാ ഇന്നലെ മണ്ണ് അവിടുന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെയും വീട്ടിന് മുമ്പിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നേരം ഇങ്ങോട്ട് വന്നു. കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് തോന്നിയിട്ട്. ചിലപ്പോൾ അമ്മേൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ സ്നേഹം കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമമാവുള്ളൂ. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഫോൺ വന്ന സമയത്ത് ആരൊക്കെയോ മര്യാദ ഇല്ലാതെ സംസാരിച്ചു എന്നാണ്. അതുകൊണ്ടല്ല, അമ്മ തമിഴാണ് സംസാരിക്കുക. ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ കൾച്ചർ ഉണ്ടാവില്ലേ, അവരിതായിരിക്കും പെട്ടെന്ന് കോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ 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 ശരി 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 എന്ന് പറഞ്ഞു. എന്നെക്കാളും സ്നേഹം ഈ പറയുന്ന ആൾക്കാർക്ക് എൻ്റെ അമ്മേനോട് ഉണ്ടാവുമോ? ഇല്ലല്ലോ.
എന്തിനേയും ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു ഇതാണ്. പിന്നെ റൺകുട്ടീൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചു, റൺകുട്ടിക്ക് ഇനി എന്താണ് പ്ലാന്, അവൾ അതായത് +2 കഴിഞ്ഞു, എത്രയാണ് മാർക്ക്, നീറ്റിൻ്റെ മാർക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലേഡി ഭയങ്കര മോശമായ രീതിയിൽ, അതായത് ഇപ്പോഴത്തെ കുട്ടികൾ സത്യം പറഞ്ഞാൽ മരിക്കുന്നത്, അതായത് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലൊക്കെ മരിക്കുന്നതൊക്കെ ഇതുപോലെയുള്ള ലേഡീസ് ഉമ്മമാരായിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നിപ്പോയി. കാരണം ഇവർ പറഞ്ഞത് എൻ്റെ മോൾക്ക് കുഴപ്പമില്ലാത്ത മാർക്ക്, അൽഹംദുലില്ലാ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, നല്ല മാർക്ക് തന്നെയാണ് അവൾ ഈ ഒരു സിറ്റുവേഷനിൽ ഗൂഡായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അവൾ വാങ്ങിച്ച പുരസ്കാരങ്ങൾ തന്നെ ഈ വീട്ടിലിപ്പോൾ ഏകദേശം ഉണ്ട്. അതായത് +2 നല്ല മാർക്കോടെ പാസ്സായതുകൊണ്ട് തന്നെ അവർ പറയുക ഇവളുടെ മകൾക്ക് ഇത്രയും ഇവരെന്തോ കണ്ട പോലെയും കേട്ട പോലെയും മാർക്കുള്ളൂ, അങ്ങനെ ഭയങ്കര മോശമായ രീതിയിൽ. എങ്ങനെ നിങ്ങളുടെ മക്കളൊക്കെ സർവേ ചെയ്ത് പോകണം എന്നുള്ളത് അറിയില്ല കേട്ടോ, കുട്ടികളുടെ കഷ്ടകാലം. ഇപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, റേണക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവളുടേതായിട്ടുള്ള കുറച്ച് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. സോ എൻ്റെ കാര്യങ്ങൾ അമ്മി അങ്ങനെ ഇതിൽ പറയണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഒരാളുടെ ഇതിന് വാല്യൂ ചെയ്യുന്നു. നമ്മളൊരിക്കലും വേറൊരാളെ അടിച്ചമർത്തുന്ന രീതിയിൽ, അത് മകളാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ആക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ടാണ് പറയാതിരുന്നത്. പക്ഷേ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന അത്രത്തോളം വലിയ ഒരു സംഭവം എന്നല്ല, ഒരു നോർമൽ ഒരു പെൺകുട്ടി തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഇനി റിപ്പീറ്റിന് അയക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, റൺകുട്ടി BDS എടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഓവർ ബുദ്ധിമുട്ടാനും പാടില്ല, പക്ഷെ നമുക്കത് ക്വാളിഫൈ ആവുകയും വേണം. ക്വാളിഫൈ ആവുക എന്ന് പറഞ്ഞതും അത്ര സിമ്പിളല്ല. 22 ലക്ഷം പേര് എന്തോ എഴുതുന്ന ഒരു എക്സാമാണ്, അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. ഓൾറെഡി അവൾ ഒരിക്കൽ എഴുതി, അതിനുശേഷം വീണ്ടും ആ എക്സാം അവർ ക്യാൻസൽ ചെയ്തു. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് കാരണം വീണ്ടും അവൾ എഴുതി. അവൾ എത്രത്തോളം മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ബയോളജി മാത്രം അറ്റൻഡ് ചെയ്യുക. ഇത് 700 മാർക്കിൻ്റെ എക്സാമാണ്. ബയോളജി എന്ന് പറഞ്ഞാൽ 360 മാർക്കിൻ്റെ എക്സാമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് ബയോളജി മാത്രം അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് അതിൽ മാക്സിമം സ്കോർ ചെയ്യുക എന്ന രീതിയിലാണ് അവൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. 360-ൽ 290 സംതിങ് മാർക്കാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ അത് നല്ലൊരു സ്കോർ തന്നെയാണ്. ഈ വിത്തിൻ 1 വീക്ക് കൊണ്ട് അവൾ അത്രയും രാവും പകലും ഉറക്കൊഴിച്ച് വീണ്ടും പഠിച്ചിട്ട് നേടിയത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഐഡിയാസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം നടന്നതിന് ശേഷം പുറത്ത് പറയുക എന്നുള്ളൊരു പോളിസിയാണ് എൻ്റേത്. സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ആദ്യം തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഫസ്റ്റ് ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എല്ലാം നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്, നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, പൊതുവെ ആരെടുത്തും എല്ലാം ഭയങ്കര ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എനിക്ക് മനസ്സിലായി മനുഷ്യന്മാരെല്ലാവരും അങ്ങനെയല്ല എന്നുള്ളത്. സോ എല്ലാം നടന്നതിന് ശേഷം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ആയിരിക്കാം വരുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അമ്മേൻ്റെ വീട്ടിലാണ്. ആ ഒരു റൂമിൽ ആണ് എൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. മീൻസ് എൻ്റെ ലോകം ഇത്രയും വലിയ ലോകത്തിൽ നിന്നും ചെറിയൊരു ചുരുങ്ങിയ ലോകത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. കുട്ടികൾ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് അമ്മേൻ്റെ അവിടേക്ക് എൻ്റെ കൂടെ തന്നെ വരും. രാത്രി കിടക്കാൻ മറ്റേ വീട്ടിലേക്ക് പോകും. കാരണം ഇവിടെ അമ്മേൻ്റെ അവിടെ കിടക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. പിന്നെന്താ, റൺകുട്ടി ക്ലാസ്സില്ലാത്തതുകൊണ്ട് പിന്നെ റൺകുട്ടി ചുച്ചുക്കുട്ടിയൊക്കെ എൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീട്ടിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കയറിപ്പോവും. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ വന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ലേഡിയാണ്. ഇവർക്കൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ആർക്കും ശരിക്കും അറിയില്ല. എന്നാലും അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ പറയാണ്. ചിലർ പറയുന്നുണ്ടായിരുന്നു ഇവളുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണെന്നുള്ള പോലെ. ചിലർ പറയുന്നുണ്ടായിരുന്നു ഇവളുടെ കുറേ സ്വത്തുണ്ട്, ഇവൾ ഫുള്ളും നാടകം കളിക്കുകയാണ്, അങ്ങനെയാണ്, പ്രാരാബ്ദം വന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കുക, അങ്ങനെ എന്തോ. സത്യം പറഞ്ഞാൽ ഞാൻ പ്രാരാബ്ദം പറഞ്ഞു വിടുന്ന ആരുടെത്തും നമ്മൾ പൈസ വാങ്ങുന്നൊന്നുമില്ല. ഞാൻ ചെറിയൊരു പാർട്ട് എപ്പോഴെങ്കിലും ആഴ്ചയിലൊരു വീഡിയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ വരുന്നുള്ളൂ. അങ്ങനെ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഡെയിലി രാവിലെയും വൈകുന്നേരം എൻ്റെ കഷ്ടപ്പാട് പറഞ്ഞിട്ട് വീഡിയോ ഇടാമല്ലോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് താല്പര്യമില്ല സത്യം ഇതിൽ വന്നിങ്ങനെ പറഞ്ഞ് ഓരോരുത്തരുടെ വായിന്ന് കേൾക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത്രത്തോളം മെൻ്റൽ സ്ട്രെസ് ഉണ്ട് എനിക്ക്. ഞാൻ എന്താ പറയുക, ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. എനിക്ക് ഒന്നുമില്ല എന്നൊന്നല്ല പറയുന്നത്. ഇത്രയും വലിയ വീട് കാണിച്ചിട്ട് ഇത് വിൽക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ വേറൊരു വീടും എനിക്കും കൂടെ ഷെയർ ഉണ്ട്.
ഇപ്പോൾ പ്രാരാബ്ദം, ദാരിദ്ര്യം ഇതൊന്നുമല്ല. ഒരു ലൈഫിൽ ഒരു മനുഷ്യൻ ഒരു സ്ട്രഗിളിൽ പെട്ട് നിന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് വരുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ തന്നെ ആരെങ്കിലും സഹായിക്കണം അങ്ങനത്തെ ഒന്നും നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് കാണണ്ട. അൽഹംദുലില്ലാ, എന്തുകൊണ്ടും ഏതുകൊണ്ടും ഞാൻ ശരിക്കും രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയും കൂടിയാണ്. പക്ഷേ പ്രയാസം ഉണ്ടാവും. പ്രയാസം ഉണ്ടാക്കാൻ ആൾക്കാരുണ്ടാവുമ്പോൾ പ്രയാസം ഉണ്ടാവും. അതിലിങ്ങനെ പിടിച്ച് നിൽക്കണം. പല സമയം എന്തുകൊണ്ടും നമുക്ക് ജീവിതത്തിനേക്കാളും നല്ലത് അതിൻ്റെ ഓപ്പോസിറ്റാണെന്ന് വരെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പിടിച്ച് നിൽക്കുകയാണ്. അത് എന്തിനാണ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് വെച്ചാൽ, എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാളും അധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന, എങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലുണ്ട്. അവർക്ക് കുറച്ചെങ്കിലും ഇത്തിരിയെങ്കിലും ഒരു ഇത് ആയിക്കോട്ടെ, ജീവിക്കാനുള്ളൊരു പ്രചോദനം കിട്ടിക്കോട്ടെ എന്നൊരു സദുദ്ദേശമുണ്ട്. പിന്നെ ഒരു വീഡിയോ ഇട്ടാൽ ചെറിയ എമൗണ്ടൊക്കെ നമുക്ക് കിട്ടും. പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അതൊന്നും എമൗണ്ട് കിട്ടും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനോടുള്ള താല്പര്യം കാര്യങ്ങളൊക്കെ എപ്പോഴേ കുറഞ്ഞു പോയി. ഇപ്പോഴൊന്നല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ചൊരു സംഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് പോവും. വെറുതെ നമ്മൾ എന്താ പറയുക, നിങ്ങളെപ്പോലെ മോശപ്പെട്ട ആൾക്കാരോട് മാത്രമേ പറയണത്. കേൾക്കണ്ടല്ലോ, മതിയിടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഫേസ് ചെയ്തിരുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ജസ്റ്റ് നമ്മൾ പറയേണ്ട കാര്യം മാത്രം നമ്മൾ പറയേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ, ഈ വീട്ടിലേക്ക് മാറിയ ഒരു സമയത്ത് എന്തോ ഏതാന്ന് പറഞ്ഞിട്ട് 3-4 മാസം പുറകെ നടന്ന് എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ഇട്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അഹങ്കാരമാണ്, അവൾ എന്തൊക്കെയോ മറച്ച് വയ്ക്കേണ്ട, അവൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ സമയത്ത് സെപ്പറേറ്റ് ആയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് റിയാക്ഷൻ ചാനലുകാരോട് ദയവ് ചെയ്ത് എന്നെ അതിൽ ഇതാക്കരുത് എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ കുറേ പേരൊക്കെ അത് ആഘോഷിക്കുന്ന, മീൻസ് അവർ കുറേ ചാനലുകാർക്ക് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് ആ സമയത്ത് റീച്ച് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എത്രയോ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊന്നും തെറ്റാണെന്നും പറയുന്നില്ല, ശരിയാണെന്നും പറയുന്നില്ല. പക്ഷേ എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മക്കൾ സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു വീട്ടിലേക്ക് തന്നെ വന്നത്. അപ്പോൾ ഈ ഒരു എയറിൽ കയറാനൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ചിലർ റിയാക്ട് ചെയ്തു. അതിൽ എൻ്റെ കാര്യങ്ങൾ ABCD അറിയാത്തവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ കഥകൾ മെനഞ്ഞിട്ട് പല സംഭവങ്ങളും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ശരിക്കും ഇതൊക്കെ വേറൊരാൾ വീഡിയോ ചെയ്ത് അയാളുടെ താഴെ കുറേ പേര് പോയി കമൻ്റ് ഇട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളാണ്. അത് പറയാൻ കാരണം, ഇപ്പോൾ ഒരാളുടെ ലൈഫിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്നൊന്നും പറയുന്നില്ല. ഒരാളുടെ വൈഫ് അയാളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വേറൊരാളുടെ കൂടെ പോയതാണ്. പക്ഷേ ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും വലുതായിട്ട് നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം തുറന്നാൽ അതാണ്, യൂട്യൂബ് തുറന്നാൽ അതാണ്. പരസ്പരം ഇങ്ങനെ റിയാക്ഷൻ ചാനലുകൾ ഇട്ടിട്ട് അങ്ങോട്ട് കഥകൾ ഇങ്ങനെ ഉണ്ടാക്കണം. ഇവർ കഥകൾ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ സംഭവത്തിൽ ഞാനത് കണ്ടും കേട്ടും അറിഞ്ഞാണ്. ഒരൊറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. ഒക്കെ ഇല്ലാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മെനയാണ്. പക്ഷേ ഇതിൻ്റെ പുറകെ എത്ര പേര് അനുഭവിക്കുന്നുണ്ടാവും. ആ വീഡിയോസൊക്കെ അവിടെ തന്നെ കിടക്കും, ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ റിയാക്ഷൻ ചാനൽ ചെയ്യാത്ത ആൾക്കാർ വരെ ഇറങ്ങി ചോദിക്കാൻ തുടങ്ങി, ഇതൊക്കെയാണോ നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം? അതങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, അത് അവരുടെ ആ ഒരു പാട്ടിന് വിട്ടൂടെ എന്നുള്ളത്. അന്ന് എനിക്ക് വേണ്ടി അങ്ങനെ ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ ഒന്നാമത്തത് ഈ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്താണോ എനിക്ക് പറയാൻ തോന്നുന്നത് ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ, അല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. സോ നമ്മുടെ സമൂഹം വേറൊരാൾ എന്നുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് പറയൂ എന്നോട്, ഞാൻ വേണമെങ്കിൽ ഫോൺ നമ്പർ തരാം, എനിക്കതൊക്കെ അറിയണം. ഇവർ ഫോൺ നമ്പർ തന്നാൽ ഞാൻ ഇവരുടെ അടുത്ത് വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമോ? അതായത് ഒരാളുടെ ത്വരയാണ്. ചിലവർക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാതെ ഞാൻ പറയാത്തതുകൊണ്ട് ഇവളുടെ അഹങ്കാരിയാണ്, ഇവളൊന്നും ഞങ്ങളോട് പറയുന്നില്ല എന്നുള്ളത്. ചിലർ പറയും ഞാൻ എന്തൊക്കെയോ പറയണമെന്നുള്ളത്. ശരിക്കും ഇതിൽ എന്താണ് സത്യം എന്ന് തോന്നിപ്പോൾ. എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ. സോ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇത് സ്വയം പുകഴ്ത്തി പറയുന്നതൊന്നുമല്ല, അത് സത്യമാണ്. അപ്പം അതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വന്നിട്ട് ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരെയൊക്കെ ഒന്ന് കൈപിടിച്ച് ഉയർത്തണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഒരാളെ കൊണ്ട് നമ്മുടെ ജീവിതം സ്വർഗമാക്കാനും ഒരാളെ കൊണ്ട് നമ്മുടെ ജീവിതം നരകമാക്കാനും ശക്തിയുണ്ട്. സോ ആ ഒരാളെ നമ്മുടെ ലൈഫിലോട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത്
കുറച്ച് ആലോചിച്ച് സമയമെടുത്ത് നോക്കിയും കണ്ടും തിരഞ്ഞെടുക്കുക. കാരണം എൻറ്റയർലി മൊത്തം ഒരു സിസ്റ്റത്തിനെ തകർക്കാൻ കഴിവുള്ളവരാണ് ഉള്ളത്. നമുക്കത് തിരിച്ചറിയാൻ കുറച്ച് പ്രയാസങ്ങളൊക്കെ പെടേണ്ടി വരും.